തംബീഹുൻ പ്രത്യേകമായ അറിയിപ്പ്. ഖീല പറയപ്പെട്ടിരിക്കുന്നു, യൂഖദു മനസ്സിലാക്കപ്പെടാം, മിൻ കലാമിഹിം പണ്ഡിതന്മാരുടെ കലാമിൽ നിന്ന് മനസ്സിലാക്കപ്പെടാം എന്ന് ഖീല. യഥാർത്ഥത്തിൽ മനസ്സിലാക്കപ്പെടാവുന്നതേ അല്ല. എന്താണ് പണ്ഡിതന്മാരുടെ കലാമ്? അന്നഹു തീർച്ചയായും കാര്യം, ലൗ സുബ്ബമാവുൻ വെള്ളം ഒഴിക്കപ്പെട്ടു, മിൻ ഉംബൂബി ഇനായിൻ ഒരു പാത്രത്തിൻ്റെ ട്യൂബിൽ കൂടി. ഒരു കൂട്ടർ മനസ്സിലാക്കിയെടുത്തതാ പറയുന്നത്. അത് സത്യസന്ധമല്ല എന്ന് ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഖീല യൂഖദൂന, ഖീല പറയപ്പെട്ടിരിക്കുന്നു, യൂഖദു മനസ്സിലാക്കപ്പെടുന്നു, മിൻ കലാമിഹിം ഫുഖഹായിന്റെ കലാമിൽ നിന്ന്. എന്താണാവോ കലാമ്? എന്ത് മനസ്സിലാക്കപ്പെടുന്നു എന്നല്ല, എന്താണ് ആ കലാമ്? അന്നഹു ലൗ സുബ്ബമാവുൻ, അന്നഹു ലൗ സുബ്ബമാവുൻ തീർച്ചയായും കാര്യം, ലൗ സുബ്ബ ചലിക്കപ്പെട്ടാൽ, മാവുൻ ശുദ്ധമായ വെള്ളം, മിൻ ഉംബൂബി ഇനായിൻ ഒരു പാത്രത്തിൻ്റെ ട്യൂബിൽ നിന്ന്. എങ്ങനെയുള്ള പാത്രമാണ്? വിഹി എങ്ങനെയുള്ള പാത്രമാണ്? വിഹി ആ പാത്രത്തിൽ ഉണ്ട്, ആവും കലീലുൻ കുറഞ്ഞ വെള്ളമുണ്ട്. അപ്പോൾ ഒരു വെസൽ തയ്യാറാക്കിയിട്ട് അതിൽ കുറഞ്ഞ വെള്ളമുണ്ട്. ഒരു ട്യൂബ് താത്ത്, ട്യൂബിൽ നിന്ന് വെള്ളം ഇങ്ങനെ കയറും. മറ്റേ അറ്റം ചാണകത്തിൻ്റെ മേലെ കിടക്കുന്നത്, പൈപ്പ് വളച്ചിട്ട്. ചെറിയ ഒരു ബക്കറ്റ് വെള്ളം 2 കൊല്ലത്തിൽ താഴെ, അതിലേക്കാണ് പൈപ്പിട്ടിരിക്കുന്നത് വെള്ളം ചേഞ്ചാക്കാൻ വേണ്ടിയിട്ട്. വെള്ളത്തിൻ്റെ ഇങ്ങേ അറ്റം അല്ല, ട്യൂബിൻ്റെ ഇങ്ങേ അറ്റം വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. മറ്റേ അറ്റത്തു കൂടിയാണ് വെള്ളം തെറിപ്പിക്കുന്നത് ചാണകത്തിൻ്റെ മേലെ. എന്ന് പറഞ്ഞാൽ ഒരു നജസിൻ്റെ മേലെ. വെറും സ്പ്രേ ചെയ്യുന്നതല്ല. വെറും സ്പ്രേ ആണെങ്കിൽ ഇവിടെ തർക്കിക്കോ എന്തെങ്കിലും. അങ്ങേയറ്റം അപ്പുറം മുട്ടുന്നുണ്ട് നജസിനോട്. ട്യൂബിൻ്റെ അങ്ങേയറ്റം പൂണ്ടിരിക്കുന്നത് അവിടെയുള്ള ചാണകക്കുണ്ടിലി. വിഹി ആ പാത്രത്തിനുണ്ട്. വിഹി എന്ന് പറഞ്ഞാൽ ഫില്ലിനായി, മാവുൻ കലീലുൻ 2 കൊല്ലത്തിൽ താഴെ വെള്ളം. ഒഴിക്കുന്നത് അലാ സിർജീൻ ചാണകത്തിൻ്റെ മേലെ. ചാണകം എന്ന് പറഞ്ഞാൽ വസലനാണ്, അല്ലെങ്കിൽ റൗസിൻ്റെ മേലെ. കാട്ടത്തിൻ്റെ ആ കുന്തിയുടെ മേലെയാണ് പൈപ്പിൻ്റെ മറ്റേ അറ്റം കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് വെള്ളം കയറും. സിർജീൻ എന്ന് പറഞ്ഞാൽ വസലൻ. വസ്വാറ ആ ചാടപ്പെടുന്ന വെള്ളം ആയി. വസ്വാറ എന്ന് പറഞ്ഞാൽ അൽ മാഉൽ മസ്ബൂബ്, കൽഫവാരി സ്പ്രിങ് പോലെ. അല്ലതീ എങ്ങനെയുള്ള ഫവ്വാറാകുന്നു, അഫലു ബിൽ ഇനായി അതിൻ്റെ ഒരറ്റം പാത്രത്തിലാണ്, കുറഞ്ഞ വെള്ളത്തിലാണ്. ആഖിറുഹു അതിൻ്റെ മറ്റേ അറ്റം മുത്തസിലും ബിന്നജസ് ഇതിനോട് ചേർന്ന് കിടക്കുന്നു, അതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടുന്നു. തനജ്ജസ പൈപ്പ് മാത്രമല്ല ഒരു വൃത്തികേടായത്, പാത്രത്തിലുള്ള മുഴുവൻ വസ്തുക്കളും നജസായി മാറിപ്പോയി. എന്തേ? എന്തിനോടാ ഖിയാസ്?
ഖലീലിമായി, കുറഞ്ഞ വെള്ളത്തെ പോലെ. ഇത്തസല ബഅദുഹു, ആ കുറഞ്ഞ വെള്ളത്തിൻ്റെ ഒരു ബഅദ് ചേർന്നിട്ടുണ്ട് നജസിനോട്. എന്നാൽ ആ വെള്ളം മുഴുവനും നജസല്ലേ? അല്ല, ആ ചേർന്ന മൂല മാത്ര. കുറഞ്ഞ വെള്ളത്തിൻ്റെ ഒരു സൈഡ് നജസിന് മുട്ടിയിട്ടുണ്ട്, ഇങ്ങേ സൈഡിന് മുട്ടിയിട്ടില്ല. എന്നാൽ വെള്ളം മുഴുവനും നജസല്ലേ? എന്നാൽ ഇവിടെ അങ്ങനെ വരത്തുപോയി. ഇവിടുന്ന് പൈപ്പങ്ങ് പോയി നജസിലേക്കല്ലേ കൊണ്ടിത്താത്തത്, വെള്ളം അങ്ങേക്കല്ലേ താകുന്നത്. പൈപ്പിൻ്റെ അങ്ങേയറ്റം മാത്രമല്ല പോലും, പാത്രത്തിലുള്ള സർവസ്വം എന്തായി? ഈ കീലയിൽ എന്തുണ്ട്? അവരുണ്ട് ശരിയല്ല. ഹുക്മൻ, വിധി കൊണ്ട്. നജാസത്ത് കൊണ്ട് വിധി പറഞ്ഞില്ലേ? അവരുടെ കലാമിൽ നിന്ന് അങ്ങനെയാണ് കിട്ടുന്നതെന്നും പറഞ്ഞില്ലേ? അല്ലേ? യൂഖദു മിൻ കലാമിഹിം അന്നഹു, എന്ത് യൂഖദു? യൂഖദു മിൻ കലാമിഹിം അന്നഹു ലൗ സുബ്ബമാഉൻ മിൻ ഉംബൂബീനായി ബിഹി മാഉ ഖലീലുൻ അലാ സിർജീനിൻ. പണ്ഡിതന്മാരുടെ കലാമിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് വ്യാജമായ മസല വലിയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ കീല പറഞ്ഞത്. കീലയാമം ലൈഫല്ലേ? യൂഖദു മിൻ കലാമിഹിം, അവരുടെ കലാമിൽ നിന്ന് പിടിക്കപ്പെടുന്നു. എന്താ പിടിക്കപ്പെടല്? അന്നഹു ലൗ സുബ്ബ മാഉൻ, വെള്ളം ചൊരിക്കപ്പെട്ടാൽ, മിൻ ഉംബൂബി ഇനായിൻ, ഒരു പാത്രത്തിൻ്റെ ട്യൂബിൽ കൂടെ, ഒരു പാത്രത്തിലിട്ടതായ പൈപ്പിലൂടെ വെള്ളം ചരിക്കപ്പെട്ടു. എങ്ങനെയുള്ള ഇനാലാണ്? വിഹി, ആ പാത്രത്തിൽ ഉള്ളത് മാവും ഖലീലാണ്. രണ്ട് കൊല്ലത്തുണ്ടെങ്കിൽ പിന്നെ സംസാരം ഉണ്ടാ. എവിടെയാണ് സുബ്ബ? അന്നഹു ലൗ സുബ്ബ എന്നുണ്ടല്ലോ. സുബ്ബ എവിടെ? അലാ സിർജീനി, ചാണകത്തിൻ്റെ മേലെ. ചാണകം എന്ന് പറഞ്ഞത് മസലൻ. സ്വാറ എന്ന് പറഞ്ഞാൽ ഈ ചാടപ്പെടുന്ന വെള്ളം, അൽമാഉൽ മസ്ബൂബ് കൽഫബ്ബാറാണ്, എടുത്ത് ചാടപ്പെടുന്ന വെള്ളമാണ്. ഇങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് തെറിക്കൽ, എടുത്ത് ജമ്പിങ് ആണ് ഫബ്ബാർ, സ്പ്രിംഗ് ആക്ഷൻ. അല്ലതീ, എങ്ങനെയുള്ള ഫബ്ബാർ? ഫബ്ബാർ ജലധാര, ജലധാര യന്ത്രത്തിനാണ് ഫബ്ബാർ എന്ന് പറയും. അല്ലതീ, എങ്ങനെയുള്ള ജലധാര യന്ത്രം? അബലൂബില്ലിനായി, അബലൂബില്ലിനായി. ആ ഫബ്ബാറിന്റെ തുടക്കം പാത്രത്തിനകത്താണ്, കുറഞ്ഞ വെള്ളം അടങ്ങുന്ന പാത്രത്തിനകത്ത് ഫിറ്റിങ്. ആ ഫബ്ബാറിന്റെ അവസാനം മുത്തസിലും ബിന്നജസ്. എന്തിനാണ് മുട്ടിയിരിക്കുന്നത്? വെള്ളം ചാടുമ്പോൾ വെള്ളം മീറ്റെന്ന് സ്പ്രേ ചെയ്തതല്ലോ, അതിന് മുട്ടുന്നില്ലേ? നജസിലേക്ക്, സിർജീനിൽ. നജസായി അത്താമാഫില്ലിനായി, നജസിനോട് മുട്ടിയ ആ എൻ്റെ മാത്രമല്ല, ഹത്താമാഫില്ലിനായി. എന്താ? എന്തിനോടാണ് അവർ ഖിയാസാക്കുന്നത്? കഖലീലിമായി ഇത്വസല ബഅദുഹു ബിനജസ്, കഖലീലിമായി ഇത്വസല ബഅദുഹു ബിനജസ്. കുറഞ്ഞ വെള്ളത്തെ പോലെ അതിൻ്റെ ഒരു ബഅദ് നജസിനോട് ചേർന്നിട്ടുണ്ട്, പിന്നെ എവിടെയും നജസില്ല. എന്നാലും വെള്ളം മുഴുവൻ എന്താണ്? വഫീഹി നദറുൻ, ഈ ഖീലയിൽ എന്തുണ്ട്? വഫീഹി, ഖീല എന്ന് മുതൽക്ക് തുടങ്ങിയില്ലേ? ആ ഖീലയിൽ എന്തുണ്ട്? നദറുണ്ട്. ഹുക്മൻ, വിധി കൊണ്ട്. തനജുസ്, പാത്രത്തിലുള്ളത് പോലും തനജുസായി. ആ വിധിയിൽ നദറുണ്ട്. പിന്നെ അവരുടെ കലാമിൽ നിന്ന് അങ്ങനെ പിടിച്ചെടുക്കാൻ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതും നുണയാം.
അങ്ങനെയൊന്നും പിടിച്ചെടുക്കാൻ കിട്ടൂല. പണ്ഡിതന്മാരുടെ കലാമിൽ നിന്ന് അങ്ങനത്തെ ഒന്നും കിട്ടുന്നില്ല, അവർക്ക് കിട്ടിയിട്ട് പോലും. അല്ലദീയത്തജിഹു, ഏറ്റവും ന്യായമായത്, തസ്ബീഹുഹു, ആ ചാടപ്പെടുന്നവളുടെ ഉംബൂവിൽ നിന്ന് ചാടപ്പെടുന്ന അൽമാവുൽ മസ്ബൂബിനെ ഉദാഹരണപ്പെടുത്തുകയാണ് വേണ്ടത്. ബിൽ ജാരി, കുറഞ്ഞൊലിക്കുന്ന വെള്ളത്തോട്. ജാരിയായ വെള്ളം. അൽ മുന്തഫിഇ, ചാടുന്നത് ഫീ സബബിൻ, ചാട്ടത്തിൽ ചാടുന്നില്ലേ, ആ ജാരിയായ വെള്ളത്തിനോടാണ് ഖിയാസാക്കേണ്ടത്. ഈ പൈപ്പിന്റെ വെള്ളം എന്തിനോട് സാദൃശ്യം? ജാരിയായ വെള്ളത്തോട്. ഉംബൂവിൽ നിന്ന് ചാടുന്ന അൽമാഉൽ മസ്ബൂബ്, അതായതിന് വേണ്ടി അഖ്വാ, ഏറ്റവും ശക്തിയുള്ളതാണ്. തദാഫിയുടെ വിഷയത്തിൽ, നജാസത്തിൽ തട്ടുന്ന വിഷയത്തിൽ അത് ചാടുന്നത് കൊണ്ട് ജാരിക്ക് പോലും ശക്തി ഉണ്ടെന്ന ഗഫ് ചെയ്യാൻ. ജാരിയായ വെള്ളം തള്ളയില്ല. ജാരിയായ വെള്ളത്തേക്കാണ് എത്രയോ മടങ്ങ് ശക്തിയാണ് ഈ ഉംബൂവിൽ നിന്ന് ചാടുന്ന വെള്ളം. ഉൽവിൽ നിന്ന് സുഫിലിലേക്കാണ് വെള്ളം ചാടുന്നത്. അപ്പം നജാസത്തിനെ ദഫ് ചെയ്ത് അങ്ങ് നാട് കടത്തി കളിയില്ലേ. അപ്പോൾ ജാരിയായ വെള്ളത്തോട് നോക്കിച്ചാൽ പോലെ അതിനേക്കാൾ ഓവറാണ്. ജാരിയായ വെള്ളത്തിൽ നജാസത്ത് കുടുങ്ങിയാൽ നജാസാവുന്ന പറഞ്ഞ്, ആ തട്ടിയെടുത്ത് മാത്രമേ ആവുള്ളൂ എന്നല്ലേ പറഞ്ഞത്. ഇങ്ങോട്ടേക്ക് എടുക്കാൻ കഴിയുന്നുണ്ടോ? ഔലയാണ് മിൻഹു, ജാരിയായ വെള്ളത്തേക്കാൾ, ബിഹുക്മിഹി, എന്ത് വിഷയത്തിൽ? ബിഹുക്മിഹി, ജാരിയുടെ ഹുക്മ കൊണ്ട്. ഔല, ജാരിയിൽ എന്ത് വിധിയാണോ പറഞ്ഞത്, ഇങ്ങേറ്റം നജസാവൂല, നജസിനോട് തട്ടിയ ഭാഗം എന്താവുള്ളൂ എന്ന വിധിയിൽ ഏറ്റവും തരപ്പെട്ടത് ഈ പൈപ്പാണ്. അപ്പോൾ ഇവിടെ എന്താ മസാല വരത്ത്? നജസിനോട് തട്ടിയ ഭാഗം മാത്രമേ എന്താവുള്ളൂ. അന്നഹു ലാ യൻജസു മിൻഹു, അന്നഹു ലാ യൻജസു മിൻഹു, അന്നഹു ബദലി, അല്ലെങ്കിൽ ഹുക്മു ബയാൻ ചെയ്യൽ. എന്താണ് വിധി? അന്നഹു ലാ യൻജസു, നജസാവുകയില്ല, നജസാവുകയില്ല, മിൻഹു, മിനൽ മായിഇൽ മസ്ബൂബീൻ, അല്ലേ, ഇല്ലൽ മുമാസ്സു ലിന്നജസി, ഇല്ലൽ മുമാസ്സു ലിന്നജസി. എന്താണ് അന്നഹു ലാ യൻജസു മിൻഹു വേണ്ട, ഇല്ലൽ മുമാസ്സു ലിന്നജസ്. ഏതല്ലാണ്ട് നജസാവൂല? നജസിനോട് തട്ടിയ ഭാഗം അല്ലാതെ. ദൂനമാ ഖബലഹു, വെള്ളം മുതൽക്ക് നജാസത്തിന്റെ കൊടി വരെയും എവിടെയും തട്ടാണ്ട് പോയിട്ടില്ലേ? വെള്ളം ഇങ്ങനെ അങ്ങോട്ടേക്ക് ചാടുകയും ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഇങ്ങോട്ടേക്ക് വെള്ളം വരുന്നുണ്ടാ? പിന്നെ കലങ്ങി പറഞ്ഞു. കുറഞ്ഞ വെള്ളത്തിൽ നജാസത്ത് വീണ പോലെ എന്നിങ്ങനെ പറയും. കുറഞ്ഞ വെള്ളത്തിൽ നജാസത്ത് വീണ ചരിത്രമായത്. ഇത് ജാരിയായ വെള്ളത്തിൻ്റെ വിധിയല്ലേ. എന്ന് മാത്രമല്ല, ജാരിയായ വെള്ളം തദാഫിൻ്റെ വിഷയത്തിൽ കുറച്ചെങ്കിലും സാധുവാണ്. ഇത് ഓവറാണ്. ഉൽവിൽ നിന്ന് അസ്ഫലിലേക്ക് എടുത്തു ചാടുന്നത് കൊണ്ട്. അപ്പോൾ കുറഞ്ഞ വെള്ളം നിറച്ചിട്ട് ഒരു ബക്കറ്റിൽ പൈപ്പ് താത്തി, എന്നിട്ട് മറ്റേ പൈപ്പിൻ്റെ അറ്റ ചാണകത്തിൽ കുത്തിയിരുന്നു, ഓണാക്കി വെള്ളം എടുത്ത് ചാടിയ ഫവാറായിട്ട് രക്തം ചാടും പോലെ എടുത്ത് ചാടുകയാണ്. അപ്പോൾ ആ അറ്റമല്ലാണ്ട് ഇങ്ങോട്ട് എവിടെയെങ്കിലും വരോ? ഇല്ല. വാങ്ങി. ഇത് വളരെ ക്ലിയറാണ്. നജസിൽ എന്ത് അക്രമാണോ തട്ടിയത് അത് മാത്രമേ എന്താവുള്ളൂ. വൈന്നമല്ലതീ എത്തറദ്ദതു ഫീഹി അന്നദറു, സംശയം മുഴുവനും ബാക്കിയുള്ളത് ഇവിടെ അല്ല. 2 കുല്ലത്തിൽ താഴെ വെള്ളമല്ല, വേറൊരു ദ്രാവകം, കാച്ചിയ തരി അല്ലെങ്കിൽ പച്ച ചായ, ഹോർലക്സ്, അവിടെയാണ് ഇപ്പം ചിന്തിക്കേണ്ടത്. ഇപ്പം കുറഞ്ഞ വെള്ളത്തിൻ്റെ ചരിത്രം.
ജാരിയോട് ഉപമിക്കാൻ കഴിയാത്ത ഒരു ചരിത്രം വേറെ ഉണ്ട്. ചിന്ത ആവശ്യമായത് ഇതേ വെള്ളത്തോട് തുല്യമായ നീരായ വസ്തുവിനെ പറ്റിയാണ്. നീരായ വസ്തുവിനെ കുറഞ്ഞത് അധികമൊന്നും മാറ്റില്ല. കലീലായ മാവിന്റെ വിധി തന്നെയല്ലേ നീരായ വസ്തുവിന്. കലീലും കസീറും വിധിയിൽ മാറ്റമുണ്ടോ? ആ മായി അതിനെ ചേർക്കപ്പെടുമോ പരിശുദ്ധമായ വെള്ളത്തോട്? ഫീമാതുക്കിറ ഈ പറയപ്പെട്ട മസലയ്ക്ക് പൈപ്പിന്റെ അറ്റം കൊണ്ടെടുത്ത് എന്താവുള്ളൂ? രസാവുള്ളൂ. ബാക്കി ഗൗല വെള്ളത്തിൻ്റെ അടുത്ത് നമുക്ക് യാതൊരു സംശയവുമില്ല. അങ്ങേയറ്റം മാത്രമേ എന്താവുള്ളൂ? അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ പൈപ്പിൻ്റെ ഒരു കൊടി എടാ ആണ്ടിട്ടുണ്ട് നജാസത്തിന്, അവിടെ എന്താകുന്നുള്ളൂ. അല്ലാണ്ട് പാത്രത്തിലോ ഈ പോകുന്ന പൈപ്പിൻ്റെ ബാക്കി ഭാഗത്തോ നജസുണ്ടോ? ഇതേപോലെ നമ്മളൊരു ഈ കലക്കി വെച്ച ദ്രാവകത്തിൽ പൈപ്പിട്ട് അവിടെ പിന്നെ കലീല് കസീർ പറഞ്ഞിട്ട് പറയില്ല. വെള്ളത്തിൻ്റെ അടുത്താണ് കലീല് പറഞ്ഞത്. ദ്രാവകത്തിലും ഇങ്ങനെ തന്നെയാണോ വിധി എന്നാണ് അവിടെ സംശയം കുടുങ്ങി. വെള്ളത്തിൻ്റെ അതേ വിധിയാണെങ്കിൽ ഫലാ യന്തസു മിൻഹു നജസാവുകയില്ല. എടുത്തു ചാടപ്പെടുന്ന ഈ ദ്രാവകത്തിൽ നിന്ന് ഐളൻ വെള്ളത്തിൽ പറഞ്ഞതുപോലെ ഇല്ലൽ മുത്തസിലു മിൻ നജസി, ഏത് ഭാഗമല്ലാതെ അല്ലേ? അല്ലാതെ ലാലിക്കൗനിൽ ജാരി ലഹു തഹ്സീറു ഫീഹി, ഇവിടെ ജാരി ജറയാനിൽ എന്തെങ്കിലും തഹ്സീർ ഉള്ളത് കൊണ്ടല്ല. ജറയാനിൽ തഹ്സീർ നമ്മൾ ജറയാൻ ജാരിയോട് ഭൂമിച്ചതൊക്കെ അത് വെള്ളത്തിൽ മാത്രമുള്ള കഥയാണ്. മസല ഇവിടെയും അവിടുത്തെ പോലെ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടല്ല? ലാലി കൗനിൽ ജാരി ജിറായത്ത് ആയത് കൊണ്ടല്ല, ലഹു തഹ്സീർ അതിന് പ്രവർത്തനം ഉള്ളത് കൊണ്ടല്ല. ഫീഹി മായയിൽ മായയിൽ എന്ത് ജറയാൻ ജാരിറാക്കിയതിൻ്റെ ചരിത്രം നീരായ വസ്തുവിലിട്ട എവിടെയുള്ളൂ? വെള്ളത്തിലേ ഉള്ളൂ. അപ്പോൾ ജാരിറാക്കിയതിൻ്റെ ഒരു സംഭവം ഇവിടെ ഉണ്ടായത് കൊണ്ടല്ല നമ്മൾ ആ വിധി പറഞ്ഞത്. പിന്നെന്ത് വകയില്ല? ആ മൂല മാത്രമേ നജസാവുള്ളൂ. ഇല്ലൽ മുത്തസിലു മിൻ നജസീൻ, വെള്ളത്തെ പോലെ തന്നെയാണ് എന്ന് വെക്കുമ്പോൾ എവിടെ മാത്രമേ നജസാവുള്ളൂ? നജസിനോട് മുട്ടിയ ഭാഗം മാത്രമേ ആവുള്ളൂ. അത് നേരത്തെ പറഞ്ഞില്ലേ, തശ്ബീഹുഹു ബിൽ ജാരിൽ മുന്തഫിയ. ആ പ്രശ്നം ഇവിടെ ഉള്ളത് കൊണ്ടല്ല. ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. ജാരീൻ്റെ ഒരു ചരിത്രം ഇവിടെ ഉണ്ടോ? ലാ ലികൗനിൽ ജാരി, ജാരി ആയത് കൊണ്ടല്ല. ലഹു തഹ്സീറുൻ, തഹ്സീർ ഉള്ളത് കൊണ്ടല്ല. ഫീഹി മായയിൽ, മായയിൽ യാതൊരു തഹ്സീറും ഏതില്ല, മായിന്നില്ല. എവിടെ ഉള്ളൂ? വെള്ളത്തിനേ ഉള്ളൂ. പിന്നെ എന്ത് വകയില്ല? ആ മൂല മാത്രമേ നജസാവുള്ളൂ എന്ന് പറഞ്ഞത്. ബല്ലി കൗനി മാഫീഹി മിനൽ ഇൻസിബാബി അഖ്വാ, ഏറ്റവും ശക്തമായ എടുത്തുചാട്ടം, മുന്നോട്ടേക്കുള്ള ചാട്ടം. ഒന്നും അങ്ങനെ ഇങ്ങോട്ടുമില്ല. ഇൻസിബാബ് എടുത്തു മറിക്കുക. ബല്ലി കൗനി മാഫീഹി മിനൽ ഇൻസിബാബിൽ അഖ്വാ, നേതാക്കൾ നല്ലത് ശക്തമായ ഇൻസിബാബ്. മിമ്മാ ഫിൽ ജാരി, ജാരിയിലുള്ളതിനെ കാണിയും അതിശക്തമായ എടുത്തുചാട്ടം എവിടെ? ഈ അൽ മായുൽ മസ്ബൂബിലുണ്ട് എടുത്തു ചാടുന്നത് ഇല്ലേ? അതുകൊണ്ട് മനഅ അത് തടഞ്ഞു. തസ്മിയത ഗൈരിൽ മുമാസി, നജസിനോട് മുട്ടാത്ത ഭാഗത്തെ വിളിക്കലിന്. മുത്തസിലം ബിൻ നജാസ്, തസ്മിയത ഗൈരിൽ മുമാസി മുത്തസിലം ബിൻ നജാസ്, നജസിനോട് മുത്തസിലാണ് ഈ ഭാഗം എന്ന് പറയാൻ അർഹതയില്ലാതായി. നജസിൽ ഒട്ടിപ്പിടിച്ച ഭാഗം മാത്രമേ മുത്തസിൽ ബിൻ നജാസ് എന്ന് പറയാൻ പാടുള്ളൂ. ഏതിനില്ല?
തട്ടാത്ത ഭാഗത്തിനില്ല, പേരിനെ പോലും തടഞ്ഞു. മുത്തസ്ലിം മിൻ നജസ് എന്ന പേരിനെ പോലും അറിയുന്നുണ്ടോ? ഔ യുഫ്റഖു, എല്ലാ വ്യത്യാസം പറയപ്പെടുകയാണോ വേണ്ടത്? ഫർഖ് അയ്യുൽഹഖു ബിൽ മായി എന്ന് ആദ്യം പറഞ്ഞത്, വെള്ളത്തോട് ചേർക്കപ്പെടുകയാണ് വേണ്ടത്. ഔ യുഫ്റഖു, വെള്ളത്തിൻ്റെ വിധി ഒന്ന് വേറെയാണ്, നീരായ വസ്തുവിൻ്റെ വിധി ഒന്ന് വേറെയാണ്. തരി, ചായ, ഹോർലക്സ്, നാരങ്ങ വെള്ളം, മോരും വെള്ളം, അതിൻ്റെ വിധി ഒന്ന് വേറെ, അങ്ങനെ പറയണം. എന്നാൽ ബിയന്നൽ മായ ദ്രവകം യസ്തവി ഫീഹി, തനജുസിൽ സമമാണ് അൽ ജാരി വഗൈറു, ഒലിക്കുന്ന വെള്ളവും ഒലിക്കുന്നതായാലും അല്ലാത്തതായാലും എല്ലാം നജസ് വേഗത്തിൽ ഫലിക്കും. വെള്ളത്തിൻ്റെ മാതിരിയല്ല, വെള്ളത്തിൽ ജാരിയും ഗൈറുൽ ജാരി വ്യത്യാസമില്ലേ? അതുകൊണ്ട് ഇവിടെ വിധി വ്യത്യാസം പറയാം. ഇവിടെ സ്വതന്ത്രമായ വിധി എന്ത്? വെള്ളത്തോട് ഖിയാസാക്കാണ്ട് ഇവിടെ സ്പെഷ്യൽ വിധി പറയുക. കാരണം മായ എന്ന് പറഞ്ഞാൽ ആ ജാരിയും ഗൈറു ജാരിയും എല്ലാം കണക്കാണ്. അപ്പോൾ ജാരിയോട് ബന്ധപ്പെടുത്താനൊന്നും ഇല്ല ഇവിടെ. അപ്പം എന്ത് വരും? ആദ്യം പറഞ്ഞത് യുൽഹഖു ബിൽ മായി, വെള്ളത്തോട് ചേർക്കപ്പെടുക. അപ്പം എന്താവും? അങ്ങേയറ്റം മാത്രമേ എന്താകുന്നുള്ളൂ, വെള്ളത്തോട് ചേർക്കപ്പെടുന്ന ജാരിയോട് ഖിയാസാക്കിയിട്ടാണ്. ഇവിടെ ജാരിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം മായിൻ്റെ അടുത്ത് ജാരിയും ഗൈറു ജാരിയും എല്ലാം കണക്കാണ്. അപ്പോൾ ഇവിടെ പുതിയ പ്രഖ്യാപനം നടത്താം. എന്ത്? വെള്ളത്തെ പോലെ അല്ല ഇവിടെ. അപ്പം എന്താ വിധി പറയേണ്ടത്? തവാസുലിൽ ഹിസി, കാണപ്പെടുന്ന തവാസുൽ പരിഗണിച്ചുകൊണ്ട്, ഫി ഫി അവിടെ ബലഹീനമാണ് ജാരിൻ്റെ അടുത്ത്. തവാസുലിൽ ഹിസി ബിഖിലാഫിൽ മായി ഇഹ്തിബാറൻ ബിത്തവാസുലിൽ ഹിസി ഫീഹി, മായിൻ്റെ അടുത്ത് തവാസുലിൽ ഹിസി പരിഗണിക്കുക. ലിളഫിഹി, മായിയെ ലൈഫായതുകൊണ്ട് എങ്ങനെ ചേർന്നാലും ചേർന്നതായിട്ട് കൂട്ടും. ബിഖിലാഫിൽ മായി, വെള്ളത്തിന് മാറ്റമായിട്ട് ജാരിയോട് തന്നെ സാദൃശ്യം വെള്ളം. ഇപ്പൊ ഫർഖാക്കും എന്ത് ബുദ്ധി പറയും? അയ്യുൽഹഖു ബിൽ മായി ഫീമാ ദുക്കിറ എന്ന നേരത്തെ ചോദ്യം ഇട്ടത്. എല്ലാ വിഷയത്തിലും വെള്ളത്തോട് ഖിയാസാക്കപ്പെടട്ടോ. അവിടെ ജാരി എന്നതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിട്ടല്ല, എടുത്തുചാട്ടത്തിൻ്റെ ആ ശറഫ് കണ്ടുകൊണ്ട് ആ മൂല മാത്രമേ നജസാവുള്ളൂ. അങ്ങനെയാണോ പറയപ്പെടേണ്ടത്? ഔ യുഫ്റഖു, വെള്ളവും മായിയും തമ്മിൽ ഫർഖാക്കപ്പെടുക. വെള്ളത്തിന് പ്രത്യേകമായ വിധി, മായിന് വേറൊരു വിധി. അതെന്തേ? ജാരിയും ഗൈറുൽ ജാരിയും എല്ലാം സമമാണ്. എവിടെ? ദ്രാവകത്തിൽ. തവാസുലിൽ ഹിസി, ഇവിടെ കാണപ്പെടുന്ന തവാസുലാണ് നോക്കൽ. ഫി മായി വളരെ ബലഹീനമാണ്, വെള്ളത്തെ അപേക്ഷിച്ച് വളരെ വളരെ ബലഹീനമാണ് മായി. അപ്പോൾ എവിടെയെങ്കിലും ഒരു മുട്ടലുണ്ടായാലും മുട്ടിയതായിട്ട് കൂട്ടും. ബിഖിലാഫിൽ മായി, മായിനെന്താ? മായിന് മാറ്റമായിട്ട് ഇവിടെ പ്രത്യേകമായ വിധി പറയപ്പെടുക. അപ്പം വെള്ളത്തിൻ്റെ അടുത്ത് പറഞ്ഞ വിധി ഇവിടെ വേണ്ട. അപ്പം എന്ത് പറയണം? പിന്നെ വെള്ളത്തിൻ്റെ വിധി ഇവിടെ പറഞ്ഞാൽ ശരിയാവൂല. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകം തന്നെ വിധി പറയൂന്നാ പറയും. ഇപ്പം എന്ത് വരും? അതെ, ഫർഖാകുമ്പോൾ എന്താ വിധി? റിസൾട്ട് എന്ത് വരും? ഇതേ സംഭവം ഒരു നീരായ വസ്തുവിൽ വെച്ച് നോക്ക്.
എങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് പൈപ്പ് താത്തി തരി വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജ്യൂസ്, മറ്റേ നെജസിനോട് മുട്ടിപ്പോയി പൈപ്പിൻ്റെ, ഈ മായയെ മുഴുവൻ പോയി എന്നാണോ, അല്ല അവിടെ മാത്രം പോയി എന്നാണോ? വെള്ളത്തോടെ സമപ്പെടുത്തുമ്പോൾ വെള്ളത്തിൻ്റെ രുചി വരും. ഇപ്പം എന്താവും? ആ അറ്റം മാത്രമേ എന്താവുള്ളൂ. അതേ സമയത്ത് ഫർക്ക് പറയപ്പെടുന്നെങ്കിലോ, ഫർക്കാണ് പറയപ്പെടുന്നുണ്ടെങ്കിൽ ഫുള്ളായി നജസായി കുല്ലും മുഹ്തമൽ, രണ്ടിനും സാധ്യതയുണ്ട്. ലാക്കിൻ എന്ത് തന്നെ ആയാലും കലാമുൽ ഇമാമിൽ ആത്തി ഫിൽ മബീഇ ഖബ്ല ഖബ്ലിഹി, ഇമാമുൽ ഹറമൈനിയുടെ വാക്ക്, അൽ ആത്തി വരുന്നതായ ഇമാമുൽ ഹറമൈനിൻ്റെ ഒരു വാക്ക്, അത് 4-ാം ജുസിയിൽ കൊടുത്തിട്ടുണ്ട്. 4, 396, 397 4-ാം ജുസിയിലാണ് നോക്കേണ്ടത്. അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ട് വേണം മസലയാകാൻ. 4, 396 ഇമാമുൽ ഹറമൈനിൻ്റെ ഒരു കൗലി. ഇതുപോലത്തെ സംഭവം എങ്ങനെയാണ് കൂട്ടേണ്ടത് എന്നുള്ളത്. മുഴുവൻ നജസായി എന്നാണ് വ്യക്തി, കുല്ലും മുഹ്തമൽ എന്നാ പറഞ്ഞത്. അന്നഹു ലബിഷ്തറാ നഹ്വ സൈത്തിൻ, സൈത്ത് വാങ്ങി, സുമ്മ അഖറഹു അൽ ബായിഉ, വിറ്റവൻ ഒഴിച്ചു കൊടുത്തു, ഫീ ഇനായിഹി ഫവജദ ഫീഹി ബദ്റതൻ മൈതതൻ, അതിലെന്ത് വീണിട്ട് കാണുന്നുണ്ട്? ഫഖാല ഹിയ ഫീഹി ഖബ്ല ഇഫ്റാഖിഹി, നിങ്ങൾ ചൊരിക്കുമ്പോൾ അതിൽ നിന്ന് തെറിച്ചതാണ് ഈ ചത്തയിൽ. ബായെ പറയുന്നു വൽഹിയ ഫീ ദർഫിക, നിന്റെ പാത്രത്തിൽ നിന്ന് കുടുങ്ങിയതാണ് ഈ അരി. എൻ്റെ ഈ സൈത്തെണ്ണ വീഴുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പാത്രം ഒന്ന് പരിശോധിക്കണമായിരുന്നു. ആ പാത്രത്തിൽ തന്നെ എന്തുണ്ട്? എന്നാ സുദീഖൽ ബായിയുള്ളൂ, ബായി പറഞ്ഞത് സത്യമാക്കപ്പെടും. ഇപ്പം എന്താവും? പാത്രത്തിൽ അധികം ഉള്ളതാണ് അല്ലേ? ആരെ വാക്കെടുക്കൂല, എടുക്കൂല എന്ന് 4, 396, 397 പറഞ്ഞില്ലേ? അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത് വെള്ളത്തിൻ്റെ അതേ ആ മൂല മാത്രമേ എന്താക്കാനുള്ളൂ ഉള്ളൂ. ഫൈന്നഹു ഇമാമുൽ ഹറമൈനി നഖല അൻഹു, പണ്ഡിതന്മാർ തൊട്ട് കൊണ്ടുവന്നു, ഫീ സൈത്തി, അതാ ഒരു സൈത്തെണ്ണയെ പറ്റി, ഉഫീഖ ആ സൈത്തെണ്ണ ചൊരിക്കപ്പെട്ടു, മിന്നിനായി ഒരു പാത്രത്തിൽ നിന്ന്, ഫീ ഇനായിൻ ആഖറ ബിഹി ഫദ്റത്തുൻ മൈതത്തുൻ മാ വജ്ജഹു, എന്തിനെ കൊണ്ടുവന്നു? മാ വജ്ജഹു, ന്യായീകരിക്കുന്ന ഒന്നിനെ, ബിമാ യുഫീദു അറിയിക്കുന്നതായ ഒന്ന്, അന്ന മാ ഹുവ ഫീ ഹവായിൽ ദർഫി സാനി അൽ മസ്ലൂബി ഫീഹി, അന്ന മാ ഹുവ ഫീ ഹവായിൽ ദർഫി സാനി, അന്ന മാ ഹുവ ഫീ ഹവായിൽ ദർഫി സാനി, അന്ന മാ ഹുവ ഒരു വസ്തു, ഹുവ ഫീ ഹവായിൽ ദർഫി സാനി രണ്ടാമത്തെ പാത്രത്തിന് നേരെയാണ്, അൽ മസ്ലൂബി ഫീഹി ഇങ്ങനെയുള്ള ദർഫുസാനി അതിലേക്കാണല്ലോ സൈത്തെണ്ണ ഭാരപ്പെട്ടത്. അസ്വാദിഖ, അസ്വാദിഖാൻ എന്താണ്? ആ മാക്ക് നേത്താണ്. അന്ന മാ ഹുവ, അന്ന മാ ഒന്ന്, ഹുവ ഫീ ഹവായിൽ ദർഫി സാനി അൽ മസ്ബൂബി ഫീഹി, ആ സാനിയിലേക്കല്ലേ ഇപ്പം പറഞ്ഞു കൊടുക്കപ്പെട്ടത്. അസ്വാദിഖ ആ ഒന്ന് സാദിഖാകുന്നുണ്ട്, ബിത്തിസാലിഹി അത് മുട്ടല് കൊണ്ട്, ബിമാഫി ഇനായിഹി ലർഫുല്ലഫലിനോട്, ബിമാഫി ഇനായിഹി ഏതിൽ നിന്നാണോ ഇപ്പം ചൊരിച്ചു കൊടുത്തത് ആ പാത്രത്തോട്, വബിൽ ഫദ്റ രണ്ടാം പാത്രത്തിലുള്ള എലിയോട് മുട്ടല് വരുന്നുണ്ട് അല്ലേ? എലിയോട് മുട്ടുന്നുണ്ട്. അസ്വാദിഖാൻ എങ്ങനെയുള്ള ഒന്നാണ്, അത് സ്വാദിഖാവുന്നുണ്ട്. എന്തിനോട്? ബിത്തിസാലിഹി അത് മുത്തസിലാണ്. എന്തിനോട്? ബിമാ ഫീ ഇനായിഹി, ബിമാ
ഫീ ഇനായിഹി ഏതാ ആദ്യത്തെ പാത്രത്തോട്. ആദ്യത്തെ പാത്രം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് ചൊലിക്കപ്പെട്ടത്. വബിൽ ഫൗറ ഇതിനോടും എലിയോടും. എലിയത് രണ്ടാം പാത്രം. ബൽ എന്ന് മാത്രമല്ല ഹാദാ ഈ ഇത്തിസാല് ഹുവ അൽ മുതബാദറു അതാണ് തെളിഞ്ഞു വരുന്നത്. സബ്ബി മായിൻ ഇനായിൻ ഫീ ഇനായിൻ ആഖറ. ഏത് മസലയിൽ ഒരു ദ്രാവകം ഒരു പാത്രത്തിൽ നിന്ന് ലാ യൻജസു മിൻഹു ഇല്ലാ മുലാഖിഹാ. ഏതല്ലാതെ നജസാവുല. വവജൂഹു അതിന്റെ ന്യായം മാ ഖദ്ദംതുഹു ഞാൻ പണ്ടേ പറഞ്ഞത് തന്നെയാണ്. മിൻ അന്നഹു ലം യൂജദ് ഫീഹി ഹഖീഖത്തുൽ ഇത്തിസാലിൽ ഉർഫി. ഇവിടെ ഇത്തിസാൽ എന്നൊന്നും പറയാനൊന്നുമില്ല. ഏതോ ഒരു മൂല നജസിന് മുട്ടിയെന്നേ പറയണ്ടു. ഇവിടെ എന്ത് ഇത്തിസാലാണ്? കുറഞ്ഞ വെള്ളത്തിന്റെ ഒരു മൂലക്ക് നജസ് തട്ടിയാൽ ഇത്തിസാല് പറഞ്ഞില്ലേ? അതുപോലത്തെ ഇത്തിസാലിന്റെ ഒരു ആയത്തിലൊന്നും ഇവിടെ ഉണ്ടോ? ഇവിടെ എന്ത് ഇത്തിസാൽ? ഒരു ഇത്തിസാലും ഇവിടെ ഉണ്ടോ? ഒന്നുമില്ല.